മലയാള സിനിമയും പൊതുസമൂഹത്തെയും ഏറെ പിടിച്ചുലച്ച നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനാ വിഷയത്തിൽ വിചാരണ കോടതി ദിലീപിന് അനുകൂലമായി പുറപ്പെടുവിച്ച വിധി പ്രോസിക്യൂഷന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞതിന്റെ നിയമപരവും വസ്തുതാപരവുമായ കാരണങ്ങളാൽ ശ്രദ്ധേയമാണ്. കേസിൽ ദിലീപിനെതിരായ ഗൂഢാലോചനാ വാദം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് കോടതി വിധിയിൽ അക്കമിട്ട് നിരത്തുന്നു. വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാന കാരണങ്ങൾ തെളിവുകളുടെ അഭാവം, അന്വേഷണത്തിലെ വീഴ്ചകൾ, സാക്ഷികളെ കെട്ടിച്ചമച്ചതിലെ ഗൂഢമായ ഇടപെടലുകൾ എന്നിവയാണ്. നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വമായ സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് ലഭിക്കുന്നതിന് കാരണമായത് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടായ സമാനതകളില്ലാത്ത കൃത്യവിലോപങ്ങളും വീഴ്ചകളുമാണ്. ഗൂഢാലോചന കേസിൽ പ്രോസിക്യൂഷന്റെ പ്രധാന പിടിവള്ളിയായി അവതരിപ്പിച്ചത് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളായിരുന്നു. ദിലീപിനെതിരെ നിർണായകമായ പല വെളിപ്പെടുത്തലുകളും ഇദ്ദേഹം നടത്തിയെങ്കിലും ഈ വെളിപ്പെടുത്തലുകൾ കോടതിക്ക് മുന്നിൽ തെളിയിക്കാൻ അന്വേഷണ സംഘം സ്വീകരിച്ച രീതികൾ സംശയത്തിന് ഇട നൽകുന്നതായി കോടതി നിരീക്ഷിച്ചു. ദിലീപിനെതിരെ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കാൻ അന്വേഷണ സംഘം പരിശ്രമിച്ചു എന്നതിന്റെ തെളിവുകളായി കോടതി കണ്ടെത്തിയ പ്രധാന വസ്തുതകൾ ഇതാണ്. ബാലചന്ദ്രകുമാറിന്റെ മൊഴികളിലെ വിശ്വസ്തത തകർക്കാൻ കാരണമായ ഒരു പ്രധാന സംഭവം ജയിലിലെ ദിലീപ് ബാലചന്ദ്രകുമാർ കൂടിക്കാഴ്ച ബന്ധപ്പെട്ടതായിരുന്നു. റിമാൻഡ് തടവുകാരനായ ഫ്രാൻസിസ് സേവ്യറിനെയാണ് ഈ കൂടിക്കാഴ്ചയിലെ നിർണായക സാക്ഷിയായി പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത്. ദിലീപിനെ കാണാൻ ജയിലിൽ ചെന്നപ്പോൾ താൻ ഫ്രാൻസിസ് സേവ്യറുമായി സംസാരിച്ചുവെന്നും ദിലീപ് തന്റെ സിനിമയെക്കുറിച്ച് സംസാരിച്ചിരുന്നതായി ഇയാൾ പറഞ്ഞുവെന്നും ബാലചന്ദ്രകുമാർ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ക്രോസ് വിസ്താരത്തിൽ ഫ്രാൻസിസ് സേവ്യർ ബധിരനും മൂകനുമാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസും ബാലചന്ദ്രകുമാറും സമ്മതിച്ചു. സംസാരശേഷിയില്ലാത്ത ഒരാൾ ദിലീപിന്റെ സംഭാഷണങ്ങളെക്കുറിച്ച് ബാലചന്ദ്രകുമാറിനോട് വിവരിച്ചുവെന്ന വാദം തീർത്തും അവിശ്വസനീയമാണെന്നും കോടതി വിലയിരുത്തി. ഈ വൈരുദ്ധ്യം തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘം പിന്നീട് കുറ്റപത്രത്തിൽ ഈ ഭാഗം തന്ത്രപരമായി ഒഴിവാക്കുകയായിരുന്നു. ഈ ഒഴിവാക്കലിന്റെ കാരണം തേടിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് വ്യക്തമായ മറുപടി നൽകാൻ സാധിച്ചില്ല. കൂടാതെ ഫ്രാൻസിസ് സേവ്യർ ആ ദിവസം ജയിലിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുവരുത്താൻ ജയിൽ രേഖകൾ പരിശോധിക്കുന്നതിൽ ഉദ്യോഗസ്ഥൻ പരാജയപ്പെട്ടു. ഈ ഒഴിവാക്കൽ മനഃപൂർവ്വമാണെന്നും കെട്ടിച്ചമച്ച തെളിവുകൾ ഒഴിവാക്കാൻ നടത്തിയ ശ്രമമാണെന്നും കോടതി വിധിയിൽ നിരീക്ഷിക്കുന്നു. ഒരു പ്രധാന സാക്ഷി ബധിരനും മൂകനുമായിരിക്കെ അയാൾ സംഭാഷണങ്ങളെക്കുറിച്ച് വിവരിച്ചുവെന്ന് പറയുന്നതും പിന്നീട് ഈ ഭാഗം കുറ്റപത്രത്തിൽ നിന്നും ഒഴിവാക്കിയതും ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കാൻ അന്വേഷണ സംഘം നടത്തിയ ഗൂഢമായ ഇടപെടലിന് തെളിവായി കോടതി കണ്ടെത്തി. ഗൂഢാലോചന കേസിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച നിർണായക തെളിവുകളിലൊന്ന് ദിലീപ് നടത്തിയ ആക്രമിച്ച ദൃശ്യങ്ങൾ കണ്ടതടക്കം സ്ഥാപിക്കാൻ ബാലചന്ദ്രകുമാർ ടാബിൽ റെക്കോർഡ് ചെയ്ത വോയിസ് ക്ലിപ്പുകളായിരുന്നു. എന്നാൽ ശബ്ദ സാമ്പിളുകളുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന കാര്യകാരണങ്ങൾ സഹിതം വിധിയിൽ കോടതി വിശദീകരിക്കുന്നു. വ്യത്യസ്ത തീയതികൾ, അതായത് 2017 നവംബർ 15 റെക്കോർഡ് ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ അവകാശപ്പെട്ട ശബ്ദരേഖകൾ പെൻഡ്രൈവിൽ പരിശോധിച്ചപ്പോൾ അവ 2022 ജനുവരി 2 നിർമ്മിച്ചതാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തി. റെക്കോർഡ് ചെയ്ത തീയതിയും ഫയൽ നിർമ്മിച്ച തീയതിയും തമ്മിലുള്ള ഈ വലിയ അന്തരം തെളിവുകളുടെ ആധികാരികതയിൽ ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തി. റെക്കോർഡിംഗ് ആരംഭിച്ചത് ദിലീപിന്റെ സുഹൃത്ത് ബൈജു സംസാരിക്കുന്നത് കേട്ടാണെന്നും ബാലചന്ദ്രകുമാർ മൊഴി നൽകിയിരുന്നു. എന്നാൽ ക്ലിപ്പിൽ ബൈജുവിന്റെയോ റെക്കോർഡിംഗ് നടത്തിയ ബാലചന്ദ്രകുമാറിന്റെയോ ശബ്ദമില്ല. ദൃശ്യങ്ങൾ കണ്ട ടാബിലെ ശബ്ദം പോലും ക്ലിപ്പിൽ പതിഞ്ഞില്ല. ഇത് ദൃശ്യങ്ങൾ കണ്ടു എന്ന വാദത്തിന്റെ വിശ്വസ്തതയ്ക്ക് കോട്ടം വരുത്തി. ഓഡിയോ ക്ലിപ്പുകളുടെ എണ്ണത്തിലും പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകളിൽ വലിയ അന്തരം കണ്ടെത്തിയിരുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ 18 ക്ലിപ്പുകളാണെങ്കിൽ മഹസറിൽ 24, ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയ 29 ക്ലിപ്പുകൾ. തെളിവിന്റെ എണ്ണത്തിൽ വന്ന ഈ വ്യത്യാസം അവ കൈകാര്യം ചെയ്തതിലെ സുതാര്യതയില്ലായ്മയ്ക്ക് തെളിവായി കോടതി വിലയിരുത്തി. ഓഡിയോ ക്ലിപ്പുകൾ റെക്കോർഡ് ചെയ്ത ഒറിജിനൽ ഉപകരണം കോടതിയിൽ ഹാജരാക്കിയില്ല. 6 ഉപകരണങ്ങളിലൂടെ ശബ്ദ ക്ലിപ്പുകൾ കൈമാറിയെന്ന് പ്രോസിക്യൂഷൻ സമ്മതിച്ചെങ്കിലും ഈ ഉപകരണങ്ങൾ ഒന്നും കോടതിയിൽ എത്തിയില്ല. 2021 നവംബറിൽ തന്നെ തന്റെ കയ്യിൽ ക്ലിപ്പുകൾ അടങ്ങിയ പെൻഡ്രൈവ് ഉണ്ടായിരുന്നുവെന്ന് ബാലചന്ദ്രകുമാർ മൊഴി നൽകിയെങ്കിലും ഉപകരണം കോടതിയിൽ ഹാജരാക്കിയത് 2022 ജനുവരി 3 ഇലക്ട്രോണിക് തെളിവുകൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകളിലും കോടതി ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തി. ചുരുക്കത്തിൽ വോയിസ് ക്ലിപ്പുകൾ കൈകാര്യം ചെയ്ത രീതി, ഉപയോഗിച്ച ഉപകരണങ്ങളുടെ അവ്യക്തത, സർട്ടിഫിക്കറ്റിലെ വൈരുദ്ധ്യങ്ങൾ, ഒറിജിനൽ ഫയലുകൾ ഹാജരാക്കാത്തത് എന്നിവയെല്ലാം പ്രോസിക്യൂഷൻ കേസിന് തിരിച്ചടിയാവുകയും തെളിവുകളുടെ വിശ്വസ്തത ഇല്ലാതാക്കുകയും ചെയ്തു. ദിലീപും ഒന്നാം പ്രതിയായ പൾസർ സുനിയും തമ്മിൽ ഗൂഢാലോചന നടന്നുവെന്ന് സ്ഥാപിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ദിലീപ് പൾസർ സുനിക്ക് 3 തവണ പണം നൽകിയെന്ന വാദത്തിന് തെളിവില്ല. പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലെത്തിയ പണം ദിലീപ് നൽകിയതാണെന്ന് തെളിയിക്കാനും സാധിച്ചില്ല. ദിലീപിന്റെ സുഹൃത്ത് നാദിർ ഷാ പൾസർ സുനിക്ക് പണം നൽകിയെന്ന വാദവും പ്രോസിക്യൂഷന് തെളിയിക്കാൻ സാധിച്ചില്ല. പ്രോസിക്യൂഷൻ വാദിച്ചതുപോലെ 2015 നവംബർ 1 തൃശൂരിലെ ഹോട്ടലിന് മുന്നിൽ വെച്ച് ദിലീപ് സുനിക്ക് 10,000 രൂപയും തൊട്ടടുത്ത ദിവസം 1 ലക്ഷം രൂപയും നൽകിയെന്ന വാദത്തിനോ 2016 സെപ്റ്റംബറിൽ നാദിർ ഷാ
30,000 രൂപ നൽകിയെന്ന വാദത്തിനോ മതിയായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ദിലീപ് പൾസർ സുനിയെ കണ്ടിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പ്രധാനമായും ആശ്രയിച്ചത് നടൻ മുകേഷിന്റെ മൊഴികളെയാണ്. പൾസർ സുനി മുകേഷിന്റെ ഡ്രൈവറായിരുന്നു. സിനിമാ സെറ്റിൽ പൾസർ സുനി ദിവസവും വന്നു പോയിരുന്നുവെന്നും മുകേഷ് മൊഴി നൽകി. എന്നാൽ മറ്റു കാര്യങ്ങൾ ഓർമ്മയില്ലെന്നും മുകേഷ് മൊഴി നൽകി. ഈ മൊഴിയിലെ അവ്യക്തത ദിലീപ് പൾസർ സുനി കൂടിക്കാഴ്ച തെളിയിക്കാൻ പര്യാപ്തമല്ലെന്നും കോടതി വിലയിരുത്തി. ഇത് പ്രോസിക്യൂഷന് തിരിച്ചടിയായി മാറി. ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ പൾസർ സുനി പോയതിന് ഹാജരാക്കിയ തെളിവുകളും പര്യാപ്തമല്ലെന്നും കോടതി കണ്ടെത്തി. ദിലീപ് ഗൂഢാലോചന നടത്താനുള്ള പ്രധാന കാരണം നടിയോട് ദിലീപ് വിരോധമുണ്ട് എന്ന വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. എന്നാൽ ഈ വിരോധം തെളിയിക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നും കോടതി വിധിയിൽ വ്യക്തമാക്കി. ഗൂഢാലോചനയുടെ അടിസ്ഥാനപരമായ കാരണം സ്ഥാപിക്കാനാവാത്തത് കേസിന്റെ അടിത്തറ ദുർബലപ്പെടുത്തുകയും ചെയ്തു. ദിലീപിനെതിരായ ഗൂഢാലോചന കേസിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ നിലനിൽക്കാതിരുന്നതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ്. ഗൂഢാലോചന നടന്നുവെന്ന് സ്ഥാപിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ തെളിയിക്കാൻ ശ്രമിച്ച രീതിയിലെ വൈരുദ്ധ്യങ്ങൾ, തെളിവുകൾ കെട്ടിച്ചമയ്ക്കാൻ ശ്രമിച്ചുവെന്ന നിഗമനത്തിലേക്ക് കോടതിയെ എത്തിച്ചു. വോയിസ് ക്ലിപ്പുകളുടെ നിർമ്മാണ തീയതിയിലെ അന്തരം, ഉള്ളടക്കത്തിലെ കുറവുകൾ, ഉപകരണങ്ങൾ ഹാജരാക്കാതിരുന്നത് എന്നിവ തെളിവുകളുടെ വിശ്വസ്തത ഇല്ലാതാക്കി. ഇലക്ട്രോണിക് തെളിവുകൾ കൈകാര്യം ചെയ്തതിലെയും ജയിൽ രേഖകൾ പരിശോധിക്കുന്നതിലെയും ഉദ്യോഗസ്ഥന്റെ കൃത്യവിലോപം. വിചാരണ കോടതിയുടെ ഈ വിധി പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയാണെങ്കിലും ലഭ്യമായ തെളിവുകൾ പര്യാപ്തമാണെന്നും അവ മേൽക്കോടതിയിൽ ഹാജരാക്കുമെന്നുമാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. കേസിന്റെ നിയമപരമായ പോരാട്ടം ഇനി മേൽക്കോടതിയുടെ പരിഗണനയിലായിരിക്കും.